ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് സീരീസുകളുടെ കൺവേർജൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ജോമെട്രിക് സീരീസും ടെലസ്കോപ്പിംഗ് സീരീസും പോലുള്ള സീരീസുകളാവുമ്പോൾ അത് എപ്പോഴാണ് കൺവേർജ് ചെയ്യാനും അതിൻ്റെ സം എന്താണ് എന്നൊക്കെ നമ്മൾ കാണേണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ചില നോൺ നെഗറ്റീവ് ടേംസ് മാത്രമുള്ള സീരീസുകൾ, അതായത് പോസിറ്റീവ് ടേംസ് മാത്രമുള്ള സീരീസുകൾ കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ചില ടെസ്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്യുവർലി കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് മാത്രമേ ഈ ടെസ്റ്റ് ഉപയോഗിച്ച് പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ സം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഈ ടെസ്റ്റുകളിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റാണ്. അതായത് നമുക്ക് സിഗ്മ എ എൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ഇവിടെ എ എൻ എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് നമ്പറുകളാണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് എന്നാണ് നമ്മൾ കരുതുന്നത്, എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ സിഗ്മ എ എൻ ബി എ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. നമ്മൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1/an ഇവാലുവേറ്റ് ചെയ്യും. അത് റോ ആണെന്ന് വിചാരിക്കുക. റോ എന്ന് അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an എന്നത് റോ ആണെന്ന് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റോ ലെസ് ദാൻ 1 ആണ് എങ്കിൽ സിഗ്മ എ എൻ എന്ന് പറയുന്ന ഇൻഫിനിറ്റ് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. റോ ഗ്രേറ്റർ ദാൻ 1ഓ റോ ഇൻഫിനിറ്റിയോ ആണെങ്കിൽ സിഗ്മ എ എൻ എന്ന് പറയുന്ന സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. റോ ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിൽ നിന്ന് നമുക്ക് സീരീസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് പരാമർശിക്കാൻ കഴിയില്ല. ഈ ടെസ്റ്റ് ഫെയിൽ ആവും. അതാണ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an = 1 ആയാൽ നമുക്ക് ഈ ടെസ്റ്റിൽ നിന്ന് കൺക്ലൂഷൻസ് ഒന്നും ഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോ ആണ് കാണുന്നത്. അതാണ് റേഷ്യോ ടെസ്റ്റ് എന്ന് ഇതിനെ പറയുന്നത്. an + 1/an എന്ന റേഷ്യോയുടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an ലെസ് ദാൻ 1 ആണെങ്കിൽ സിഗ്മ an കൺവേർജൻ്റ് ആവും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an ഗ്രേറ്റർ ദാൻ 1ഓ ഇൻഫിനിറ്റീവ് ആണെങ്കിൽ സിഗ്മ an എന്ന സീരീസ് ഡൈവേർജൻ്റ് ആവും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an = 1 ആണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. സീരീസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് ഈ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതാണ് റേഷ്യോ ടെസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സീരീസുകൾ കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ സീരീസ് കൺസിഡർ ചെയ്യുന്നു. a1 = 1, an + 1 = n/2n + 1 an for all n. അങ്ങനെയാണെങ്കിൽ സിഗ്മ an എന്ന സീരീസ് കൺവേർജൻ്റ് ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് an + 1ഉം an തമ്മിലുള്ള ബന്ധം തന്നിട്ടുണ്ട്. നമുക്ക് an + 1/an is equal to n/2n + 1 എന്ന് കാണാൻ കഴിയും. എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/2n + 1 ആണ്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 + 1/n എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്കത് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 + 0 എന്ന് വരും. അതായത് 1/2 വിച്ച് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an ലെസ് ദാൻ 1 ആണ് എന്ന് നമുക്ക് കിട്ടും. Therefore, by the ratio test, the given series is convergent. The given series is convergent. മനസ്സിലായോ അത്? Yes, sir. ഓക്കെ. ഇനി മറ്റൊരു എക്സാമ്പിൾ ഇതാ ഇവിടെ.
ഇൻവെസ്റ്റിഗേറ്റ് ദ കൺവേർജൻസ് ഓഫ് ദ ഫോളോയിങ് സീരീസ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സീരീസ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ സീരീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് an എന്ന് പറഞ്ഞാൽ ഈ സീരീസിനെ സംബന്ധിച്ചിടത്തോളം an എന്നത് 2n + 5 ഡിവൈഡഡ് ബൈ 3n ആണ്. അപ്പോൾ an+1 എന്ന് പറഞ്ഞാൽ ആ n-ന് പകരം n+1 എഴുതിയാൽ മതി. 2n + 1 + 5 ഡിവൈഡഡ് ബൈ 3n+1 എന്ന് കാണാൻ പറ്റും. അതാണ് ഇതാ ഇവിടെ ഈ സീരീസിന് ഫോർ ദ സീരീസ് സിഗ്മ n = 0 to infinity 2n + 5 ഡിവൈഡഡ് ബൈ 3n an+1/an എന്ന് പറഞ്ഞാൽ 2n + 1 + 5 ഡിവൈഡഡ് ബൈ 3n+1 ഡിവൈഡഡ് ബൈ an-ന് പകരം 2n + 5 ഡിവൈഡഡ് ബൈ 3n. അപ്പം നമുക്ക് ഇവിടെ ഈ 3n+1 ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്കും 3n ന്യൂമറേറ്ററിലേക്കും പോകും. അപ്പോൾ അതിനകത്ത് 3n ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ 1/3 മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി വരുന്നത് 2n + 1 + 5 ഡിവൈഡഡ് ബൈ 2n + 5 വിച്ച് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇതിന് ഈ എക്സ്പ്രഷനിൽ 2n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 2 + 5 ഇൻറ്റു 2⁻⁻n അല്ലെങ്കിൽ 5/2n എന്ന് വരും. അതുപോലെ ഡിനോമിനേറ്ററിൽ 1 + 5/2n വരും. ഇനി ലിമിറ്റ് എടുത്താൽ അതാണ് ഇവിടെ കൺവേർജസ് ടു എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുന്നത്. അതാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an എടുക്കുമ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n ടെൻസ് ടു 0, അതായത് 2⁻n ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റ് 1/3 ഇൻറ്റു 2 + 0 ഡിവൈഡഡ് ബൈ 1 + 0 എന്ന് വരും. അതായത് 1/3 ഇൻറ്റു 2/1 എന്ന് വരും. അതായത് 2/3 എന്നാണ് നമുക്ക് കിട്ടുക. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an എന്ന് പറയുന്നത് 2/3 ആണെന്ന് കിട്ടും. ആൻഡ് 2/3 ഈസ് ഒബ്വിയസ്ലി ലെസ് ദാൻ 1. അതുകൊണ്ട് നമുക്ക് ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന്, റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? Yes, sir. ഓക്കെ. നോക്കൂ, ഇതിന്റെ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചോ? ഇല്ല. നോക്കൂ, ഇതിന്റെ അർത്ഥം ഈ സീരീസിന്റെ സം 2/3 ആണ് എന്നൊന്നുമല്ല. ഇതാകെ നമ്മൾ റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് 2/3 ഈസ് ദ സം ഓഫ് ദ സീരീസ്. ഇൻഫാക്ട് ഈ സീരീസ് എന്ന് പറയുന്നതിന് നമുക്ക് രണ്ട് ജോമെട്രിക് സീരീസിന്റെ സമ്മായിട്ട് എഴുതാം. സിഗ്മ n = 0 to infinity 2/3n പ്ലസ് സിഗ്മ n = 0 to infinity 5/3n. അപ്പോൾ ആദ്യത്തേത് ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് റേഷ്യോ 2/3, രണ്ടാമത്തേത് ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് റേഷ്യോ 1/3 ആയിരിക്കും. അതാണ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് 21/2 എന്നാണ് വരിക. അപ്പോൾ ഈ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സീരീസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് പറയാൻ മാത്രമേ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയൂ. സീരീസിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് അത് പറ്റില്ല. ഇത് ഭാഗ്യവശാൽ ഇത് രണ്ട് ജോമെട്രിക് സീരീസുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റാവുന്നതുകൊണ്ട് അതിൻ്റെ സം പറയാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പല സീരീസുകളിലും അത് സംഭവിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അടുത്ത പ്രോബ്ലം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിഗ്മ n = 1 to infinity 2n factorial divided by n factorial into n factorial. അപ്പോൾ an എന്ന് പറഞ്ഞാൽ 2n factorial divided by n factorial into n factorial ആണ്. അപ്പോൾ an+1 എന്ന് പറഞ്ഞാൽ n-ന് പകരം n+1 എഴുതണം. അപ്പോൾ n-ന് പകരം n+1 എഴുതുമ്പോൾ 2 into n+1 ആണ് അത് വരിക. 2 into n+1 factorial, അതായത് 2n + 2 factorial divided by n+1 factorial into n+1 factorial എന്ന് വരും. അപ്പോൾ നമ്മൾ an+1/an എഴുതി കഴിഞ്ഞാൽ നോക്കൂ, 2n + 2 ഫാക്ടോറിയലിനെ നമുക്ക് 2n ഫാക്ടോറിയൽ ഇൻറ്റു 2n + 1 ഇൻറ്റു 2n + 2 എന്ന് എഴുതാം. 2n + 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു അപ് ടു 2n + 2, 1 മുതൽ 2n + 2 വരെയുള്ള ടേംസിന്റെ പ്രോഡക്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ 2n + 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ
2n ഫാക്ടോറിയൽ ഇൻറ്റു 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 2. അതാണ് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ നോക്കൂ, ഇവിടെ 2n ഫാക്ടോറിയൽ ഉണ്ട്. ആ 2n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ നോക്കൂ, ഇവിടെ n പ്ലസ് 1 ഫാക്ടോറിയൽ, ഇവിടെ n ഫാക്ടോറിയൽ. അപ്പൊ n ഫാക്ടോറിയൽ വരെയുള്ള n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു അപ് ടു n. n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു അപ് ടു n പ്ലസ് 1. അപ്പൊ അതിനകത്ത് 1 മുതൽ n വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആകെ n പ്ലസ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് വിൽ ബി n പ്ലസ് 1. അതുപോലെ ഇവിടെ n ഫാക്ടോറിയൽ ബി n പ്ലസ് 1 ഫാക്ടോറിയൽ, അതും n പ്ലസ് 1. ഇവിടെ ഈ 2n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2n പ്ലസ് 2 ഇൻറ്റു 2n പ്ലസ് 1 എന്നത്. ഓക്കെ ആണോ അത്? യെസ് സർ. എന്നിട്ട് നമ്മൾ അതിന് എന്താ പറയുക, ഈ 2n പ്ലസ് 2നെ നമുക്ക് 2 ഇൻറ്റു n പ്ലസ് 1 എഴുതാം. അപ്പൊ നമുക്ക് ഈ n പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. 2n പ്ലസ് 2നെ 2 ഇൻറ്റു n പ്ലസ് 1 എഴുതുമ്പോൾ n പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് 4n പ്ലസ് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്നാവും അത്. ഇനി അതിന്റെ ലിമിറ്റ് കാണണം. ലിമിറ്റ് ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് കാണുമ്പോൾ നമുക്ക് ഇതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പ്ലസ് 2 ബൈ n ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ n എന്ന് വരും. അപ്പോൾ 4 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0 എന്ന് വരും. അതായത് ലിമിറ്റ് 4 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an ഈസ് ഈക്വൽ ടു 4 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ആ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. ദ സീരീസ് ഡൈവേർജസ് ബിക്കോസ് റോ ഈസ് ഗ്രേറ്റർ ദാൻ 1. റോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an. ഓക്കെ? യെസ് സർ. Then next problem. ഇവിടെ an എന്ന് പറയുന്നത് 4 raised to n n factorial into n factorial divided by 2n factorial. അപ്പോൾ an plus 1 എന്ന് പറഞ്ഞാൽ 4 raised to n plus 1 into n plus 1 factorial into n plus 1 factorial divided by 2n plus 2 factorial എന്നാണ്. 2n plus 2 factorial നാണ് നമ്മൾ 2n factorial into 2n plus 1 into 2n plus 2 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ആദ്യമായി എഴുതിയേക്കുന്നതാണ് an plus 1 ഡിവൈഡഡ് ബൈ an. അതായത് അതിന്റെ an-ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 raised to n into n ഫാക്ടോറിയൽ into n ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ നേരത്തെ സംഭവിച്ച പോലെ നമുക്ക് കുറേ ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 4 raised to n ഉണ്ട്, ഇവിടെ 4 raised to n plus 1 ഉണ്ട്. അപ്പോൾ 4 raised to n ക്യാൻസൽ ചെയ്ത് പോയിട്ട് 4 മാത്രം. ഇവിടെ n plus 1 ഫാക്ടോറിയൽ, ഇവിടെ n ഫാക്ടോറിയൽ, അപ്പോൾ n plus 1. അതുപോലെ ഇവിടെ n plus 1 ഫാക്ടോറിയൽ, ഇത് n ഫാക്ടോറിയൽ, ക്യാൻസൽ ചെയ്ത് പോയിട്ട് n plus 1. പിന്നെ ഇവിടെ 2n ഫാക്ടോറിയൽ ഉണ്ട്. 2n plus 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2n ഫാക്ടോറിയൽ ഇൻറ്റു 2n plus 1 ഇൻറ്റു 2n plus 2. അപ്പോൾ 2n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2n plus 2 ഇൻറ്റു 2n plus 1. ഇനി നേരത്തെ ഉള്ള പോലെ 2n plus 2നെ നമുക്ക് 2 ഇൻറ്റു n plus 1 എഴുതാം. അപ്പോൾ ഒരു n plus 1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ 2 ഉണ്ട്, ഈ 4 ഉണ്ട്. അപ്പോൾ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 ഇൻറ്റു n plus 1 ഡിവൈഡഡ് ബൈ 2n plus 1. അപ്പോൾ 2n plus 2 ഡിവൈഡഡ് ബൈ 2n plus 1 എന്ന് വരും. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 plus 1 by 2 ഡിവൈഡഡ് ബൈ 2 plus 2 by n ഡിവൈഡഡ് ബൈ 2 plus 1 by n എന്ന് വരും. അതായത് അതിൻ്റെ ലിമിറ്റ് 2 by 2 എന്ന് വരും. അതായത് 1 എന്ന് വരും. അങ്ങനെ റോ ഈക്വൽ ടു 1 വന്നാൽ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. അതായത് വി കനോട്ട് ഡിസൈഡ് ഫ്രം ദ റേഷ്യോ ടെസ്റ്റ് വെദർ ദ സീരീസ് കൺവേർജസ് ഓർ നോട്ട്. റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ആവും. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഈ സീരീസ് കൺവേർജന്റ് ആണോ എന്ന് പറയാൻ, അപ്പോൾ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. an plus 1 by an എന്ന് പറഞ്ഞാൽ 2n plus 2 by 2n plus 1 ആണ്. ഈ 2n plus 2 എന്ന് പറഞ്ഞാൽ 2n plus 1-നേക്കാൾ വലുതാണ് എല്ലായ്പ്പോഴും. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതായതുകൊണ്ട് 2n plus 2 by 2n plus 1 എന്ന് പറയുന്നത് എപ്പോഴും 1-നേക്കാൾ വലുതായിരിക്കും. അതായത് an plus 1 by an ഗ്രേറ്റർ ദാൻ 1 ആണ്. an plus 1 by an ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് an plus 1 ഈസ് ഗ്രേറ്റർ ദാൻ an ആണ്.
അപ്പോൾ ഓരോ ടേമുകളും an+1 an-നേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ a1-നേക്കാൾ വലുതാണ് a2, a2-നേക്കാൾ വലുതാണ് a3, a3-യേക്കാൾ വലുതാണ് a4, അങ്ങനെ കിട്ടും. നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, a1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതെങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 4² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 4² a1 ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 4² അല്ല, 4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. അതായത് 4/2, അതായത് 2 എന്ന് വരും. അപ്പോൾ a1 2 ആണ്, a2 എന്ന് പറഞ്ഞാൽ 2-നേക്കാൾ വലുതായിരിക്കും, a3 അതിനേക്കാൾ വലുതായിരിക്കും, a4 അതിനേക്കാൾ വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 ആവില്ല. അതിനർത്ഥം nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പ്രകാരം നമുക്ക് ഈ സീരീസ് ഡൈവേർജന്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. കാരണം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 ആകാതിരുന്നാൽ നമുക്ക് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പ്രകാരം സീരീസ് സിഗ്മ an ഡൈവേർജന്റ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. Is that clear? Yes, sir. ഈ പ്രോബ്ലത്തിൽ റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പ്രകാരം നമുക്ക് ഈ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് റേഷ്യോ ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് പരാമർശിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ ഒരു സീരീസ് വിത്ത് നോൺ നെഗറ്റീവ് ടേംസ് കൺവേർജന്റ് ആണോ എന്ന് പരിശോധിക്കാനുള്ള മറ്റൊരു ടെസ്റ്റാണ് nth റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഉള്ള പോലെ നമ്മൾ സിഗ്മ an എന്ന് പറയുന്ന ഒരു സീരീസ് കൺസിഡർ ചെയ്യുന്നു വിത്ത് an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എല്ലാ ടേമുകളും നോൺ നെഗറ്റീവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഘട്ടത്തിന് ശേഷമുള്ള എല്ലാ ടേമുകളും നോൺ നെഗറ്റീവ് ആയാലും മതി. ഈ ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് an നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് റോ എന്ന് വിളിക്കുന്നത്. nth റൂട്ട് ഓഫ് an-ന്റെ ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. റേഷ്യോ ടെസ്റ്റിലേതുപോലെ തന്നെയാണ് ഈ ലിമിറ്റ്, ഈ റോ എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ഇൻഫിനിറ്റിയോ ആണെങ്കിൽ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ nth ടേമിന്റെ nth റൂട്ടിന്റെ ലിമിറ്റ് ആണ് എടുത്ത് പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ nth റൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് എന്ന് നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സീരീസ് an എന്ന് പറയുന്ന സീരീസ് n/2n if n is odd, 1/2n if n is even. അതാണ് ഈ സീരീസിലെ ടേംസ് an-കൾ. അങ്ങനെയാണെങ്കിൽ സിഗ്മ an കൺവേർജന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ nth ടേമിന്റെ nth റൂട്ട് എടുത്താൽ, അതായത് nth റൂട്ട് ഓഫ് an എടുത്താൽ നമുക്ക്, അപ്പോൾ ഈ എക്സാമ്പിളിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ an എന്ന് പറയുന്നത് n/2n when n is odd and 1/2n when n is even ആണ്. സിഗ്മ an കൺവേർജന്റ് ആണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. nth റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ an-ന്റെ nth റൂട്ട് എടുക്കണം. അപ്പോൾ n/2n-ന്റെ nth റൂട്ട് എടുക്കുമ്പോൾ n⁻1/n അല്ലെങ്കിൽ nth റൂട്ട് ഓഫ് n ഡിവൈഡഡ് ബൈ nth റൂട്ട് ഓഫ് 2n എന്ന് പറഞ്ഞാൽ 2. അതാണ് n⁻1/n/2 എന്ന് വരുന്നത് when n is odd. ഇനി 1/2n-ന്റെ nth റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 when n is even. അപ്പോൾ നമുക്കറിയാം ഈവണ്ണും ഓടും മാറി മാറിയാണല്ലോ വരിക. അപ്പോൾ nth റൂട്ട് ഓഫ് an എന്ന് പറയുന്നത് 1/2-നും nth റൂട്ട് ഓഫ് n/2-നും ഇടയിലായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ സീക്വൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു n⁻1/n-ന്റെ ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ആണ്. അതാണ് നമ്മൾ ആ ടേബിളിൽ സെക്ഷൻ 8.2 ടേബിൾ 8.1 എന്ന് പറയുന്നത് അതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻1/n അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് n എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ nth റൂട്ട് ഓഫ് an ലൈസ് ബിറ്റ്വീൻ 1/2 ആൻഡ് 1/2 എന്ന് കിട്ടും. അപ്പോൾ സാൻഡ്വിച്ച് തിയറം ഫോർ സീക്വൻസസ് പ്രകാരം നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് an ഈക്വൽ ടു 1/2 എന്ന് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ 1.
അതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് പ്രകാരം സീരീസ് കൺവേർജന്റ് ആയിരിക്കും. Is that okay? Yes, sir. We shall consider another example. ഈ സീരീസുകൾ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് പരിശോധിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സിഗ്മ n equal to 1 to infinity n square by 2 raised to n. നമ്മൾ an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n square by 2 raised to n ആണ്. an-ന്റെ nth റൂട്ട്, അതായത് n square by 2 raised to n-ന്റെ nth റൂട്ട്, അതായത് n സ്ക്വയറിന്റെ nth റൂട്ട് ഡിവൈഡഡ് ബൈ 2 raised to n-ന്റെ nth റൂട്ട്. n സ്ക്വയറിന്റെ nth റൂട്ട് എന്ന് പറഞ്ഞാൽ n raised to 2 by n. n raised to 2 by n എന്ന് പറഞ്ഞാൽ n raised to 1 by n സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 raised to n-ന്റെ nth റൂട്ട് എന്ന് പറഞ്ഞാൽ 2 raised to n all raised to 1 by n, അതായത് 2. ഇതിന്റെ ലിമിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ n raised to 1 by n-ന്റെ ലിമിറ്റ് 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് 1/2 എന്ന് കിട്ടും, which is less than 1. അതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഓക്കെ? Yes, sir. അടുത്തത് നേരെ തിരിഞ്ഞു വരും. സിഗ്മ n equal to 1 to infinity 2 raised to n by n square ആകുമ്പോൾ എഴുതിയതിൻ്റെ ഒക്കെ നേരെ തിരിഞ്ഞാണ് വരിക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ nth ടേമിൻ്റെ nth റൂട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2/1 എന്നാണ് വരിക, അതായത് 2, which is greater than 1. അതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് റേഷ്യോ ടെസ്റ്റിനെയും റൂട്ട് ടെസ്റ്റിനെയും കുറിച്ച് പരാമർശിക്കാനുള്ളത്. Is that okay? Yes, sir. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ എല്ലാ പ്രോബ്ലങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് നമ്മൾ പറയണം. എന്താണ് അതിൻ്റെ കാരണം എന്നും പറയണം. സമ്മൊന്നും പറയണ്ട, കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് പറയണം. കൺവേർജന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് കൺവേർജന്റ് ആവുന്നതെന്ന് പറയണം. ഡൈവേർജന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഡൈവേർജന്റ് ആവുന്നതെന്ന് പറയണം. അപ്പം നമുക്ക് പല ടെസ്റ്റുകളും ഉപയോഗിക്കാം. അപ്പം നമുക്കിപ്പോൾ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിലോ നമുക്കൊരു സീരീസ് തരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എങ്കിലാണ് നമുക്ക് അത് കൃത്യമായിട്ട് ആ ടെസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സീരീസ് കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള ആയുധങ്ങൾ വളരെ കുറവാണ്. നമുക്കത് ജോമെട്രിക് സീരീസ് ആണോ എന്ന് പരിശോധിച്ച് നോക്കാം, അത് ടെലസ്കോപ്പിംഗ് സീരീസ് ആണോ എന്ന് പരിശോധിച്ച് നോക്കാം, nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിച്ച് നോക്കാം, റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം, റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത്രയും ആയുധങ്ങളാണ് നമുക്കുള്ളത്. ഇത്രയും ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സീരീസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും ഒക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ജോമെട്രിക് സീരീസിനെ കുറിച്ച് പഠിക്കുന്നു, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നു, ടെലസ്കോപ്പിംഗ് സീരീസിനെ കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നു, റേഷ്യോ ടെസ്റ്റ് പറയുന്നു, അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നു, റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് വരിക. അല്ലെങ്കിൽ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പഠിക്കുന്നു, അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നു. പക്ഷേ ഫ്രഷ് ആയിട്ടൊരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു സീരീസ് അങ്ങ് തന്നേക്കുമായിരിക്കും, എന്നിട്ട് അത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് പരിശോധിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ നമ്മുടെ അനുഭവത്തിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കത് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ പരീക്ഷയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്രൈസിസ്. അതാണ് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. പലപ്പോഴും പല പ്രോബ്ലങ്ങൾക്കും ഒന്നിലധികം ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചാലും വളരെ എളുപ്പത്തിലൊക്കെ ആൻസർ കിട്ടും. ചിലതിന് ചില ടെസ്റ്റുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രം ഉപയോഗിച്ചാലേ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോബ്ലങ്ങൾ പരമാവധി സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പത്തിലൊക്കെ പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലം സിഗ്മ n equal to 1 to infinity n raised to root 2 divided by 2 raised to n. an എന്ന് പറഞ്ഞാൽ n raised to root 2 by 2 raised to n ആണ്. ഞാൻ അതിന് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. an all raised to 1 by n.
അല്ലെങ്കിൽ nth റൂട്ട് ഓഫ് an, അതാണ് an ഓൾ റേസ് ടു 1/n എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ n റേസ് ടു റൂട്ട് 2 ഓൾ റേസ് ടു 1/n ഡിവൈഡഡ് ബൈ 2 റേസ് ടു n ഓൾ റേസ് ടു 1/n. n റേസ് ടു റൂട്ട് 2 ഓൾ റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ n റേസ് ടു 1/n ഓൾ റേസ് ടു റൂട്ട് 2. 2 റേസ് ടു n ഓൾ റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ അതിന്റെ ലിമിറ്റ് n റേസ് ടു 1/n ന്റെ ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ആണ്. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് 1 റേസ് ടു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 1/2 എന്ന് വരും. 1/2 ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഇതേ സീരീസിന് തന്നെ നമുക്ക് റേഷ്യോ ടെസ്റ്റും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. an എന്ന് പറഞ്ഞാൽ n റേസ് ടു റൂട്ട് 2 ബൈ 2 റേസ് ടു n ആണ്. an+1 എന്ന് പറഞ്ഞാൽ n+1 ഓൾ റേസ് ടു റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു n+1 ആയിരിക്കും. അപ്പോൾ an+1 ബൈ an എടുത്താൽ n+1 ഓൾ റേസ് ടു റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു n+1 ഇൻറ്റു anന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 1/an എഴുതുക, 2 റേസ് ടു n ഇൻറ്റു n റേസ് ടു റൂട്ട് 2. അപ്പോൾ നമുക്ക് ഇവിടെ 2 റേസ് ടു n ഉണ്ട്, 2 റേസ് ടു n+1 ഉണ്ട്. 2 റേസ് ടു n ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് 1/2 എന്ന് കിട്ടും. ഇവിടെ n+1/n ഓൾ റേസ് ടു റൂട്ട് 2 എന്ന് എഴുതാം. n+1/n എന്ന് പറഞ്ഞാൽ 1+1/n ആണ്. സോ 1+1/n ഓൾ റേസ് ടു റൂട്ട് 2. ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്താൽ 1/n ന്റെ ലിമിറ്റ് 0 ആവും. സോ 1/2 ഇൻറ്റു 1+0 ഓൾ റേസ് ടു റൂട്ട് 2, അതായത് 1 റേസ് ടു റൂട്ട് 2 1 തന്നെ വരും. അതും നമുക്ക് 1/2 എന്ന് വരും, വിച്ച് ഈസ് ലെസ് ദാൻ 1. അതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവേർജന്റ് ആണ് എന്ന് കിട്ടും. ഓക്കെ ഓക്കെ സർ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n സ്ക്വയർ ഇ റേസ് ടു മൈനസ് n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു n, അതാണ് ആ പ്രോബ്ലം. n സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു n. അപ്പോൾ ഇതും റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. an എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ബൈ ഇ റേസ് ടു n ആണ്. an ഓൾ റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ഓൾ റേസ് ടു 1/n ഡിവൈഡഡ് ബൈ ഇ റേസ് ടു n ഓൾ റേസ് ടു 1/n. n സ്ക്വയർ ഓൾ റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ n റേസ് ടു 2/n. ഇ റേസ് ടു n ഓൾ റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ e. n റേസ് ടു 2/n നമുക്ക് n റേസ് ടു 1/n ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ e എഴുതാം. നേരത്തെയൊക്കെ കിട്ടിയ പോലെ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n ടെൻസ് ടു 1. അപ്പോൾ നമുക്ക് ഇതിന്റെ ലിമിറ്റ് 1/e എന്ന് വരും. 1/e എന്ന് പറഞ്ഞാൽ ഇയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2.71 ആണല്ലോ. അപ്പോൾ 1/e എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഇതേ സീരീസിന് തന്നെ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല. an ഈക്വൽ ടു n സ്ക്വയർ ബൈ ഇ റേസ് ടു n. an+1 എന്ന് പറഞ്ഞാൽ n+1 ഓൾ സ്ക്വയർ ബൈ ഇ റേസ് ടു n+1. അപ്പോൾ an+1 ബൈ an എടുത്താൽ n+1 ഓൾ സ്ക്വയർ ബൈ ഇ റേസ് ടു n+1 ഇൻറ്റു ഇ റേസ് ടു n ബൈ n സ്ക്വയർ. ഇ റേസ് ടു n ഉം ഇ റേസ് ടു n+1 ഉണ്ട്. ഇ റേസ് ടു n ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/e. ഇത് n+1/n ഓൾ സ്ക്വയർ, അതായത് 1+1/n സ്ക്വയർ. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/n 0യിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് 1/e എന്ന് വരും, വിച്ച് ഈസ് ലെസ് ദാൻ 1. അതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഓക്കെ. യെസ് സർ. അടുത്ത പ്രോബ്ലം സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ഇ റേസ് ടു മൈനസ് n. അതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ഇ റേസ് ടു മൈനസ് n. ഇവിടെ റൂട്ട് ടെസ്റ്റ് അല്ല, റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. കാരണം ഈ റൂട്ട് ടെസ്റ്റ് ആകുമ്പോൾ n ഫാക്ടോറിയൽ ഓൾ റേസ് ടു 1/n എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് പറയാൻ പറ്റുമോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ഇ റേസ് ടു മൈനസ് n കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. എഴുതി ചെയ്ത് നോക്കൂ.
an എന്ന് പറഞ്ഞാൽ an is equal to n factorial by e raised to n. an plus 1 is n plus 1 factorial divided by e raised to n plus 1. അപ്പോൾ an plus 1 by an എടുത്താൽ n plus 1 factorial by e raised to n plus 1 into e raised to n by n factorial എന്ന് പറഞ്ഞാൽ n plus 1 divided by e എന്ന് വരും. അതിന്റെ ലിമിറ്റ് ആസ് n tends to infinity, ഇൻഫിനിറ്റി ആണ്. സോ ഇറ്റ് കൺവേർജസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് പ്രകാരം സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. ലിമിറ്റ് n tends to infinity an plus 1 by an 1നേക്കാൾ വലുതാവുകയോ ഇൻഫിനിറ്റ് ആവുകയോ ചെയ്താൽ റേഷ്യോ ടെസ്റ്റ് പ്രകാരം സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ് സർ. ഈ പ്രോബ്ലം ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കൂ. ഇതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്ത് ഈ പ്രോബ്ലത്തിൽ ഈ നാലാമത്തെ പ്രോബ്ലം മൂന്നാമത്തെ പ്രോബ്ലം തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇക്ക് പകരം 10 ആണ് എന്നുള്ളതേ ഉള്ളൂ. അതേത് n ഫാക്ടോറിയൽ e raised to minus n, ഇവിടെ n ഫാക്ടോറിയൽ e raised to minus n എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ e raised to n ആണ്. ഇവിടെ n ഫാക്ടോറിയൽ ബൈ 10 raised to n എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ an plus 1 by an കണ്ടാൽ n plus 1 by 10 എന്നാണ് വരിക. അതിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റ് ആയിരിക്കും. അതുകൊണ്ട് സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. അതിലൊരു പുതുമയില്ല. ഇക്ക് പകരം 10 ആവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ? യെസ് സർ. ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കൂ. അഞ്ചാമത്തെ പ്രോബ്ലം. അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാലും റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചാലും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. റൂട്ട് ടെസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി സൗകര്യം എന്ന് തോന്നുന്നു. n plus 1 ഒന്നും എഴുതണ്ടല്ലോ, പെട്ടെന്ന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മൾ ഏത് ടെസ്റ്റ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പരീക്ഷയ്ക്ക് ആ ഒരു നിർണയമാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അത് നമ്മൾ പ്രോബ്ലം ചെയ്ത് നമ്മുടെ അനുഭവം ആർജിക്കുന്നതിലൂടെയാണ് നമുക്കത് നന്നായി പെർഫോം ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ പൊതുവെ ഫാക്ടോറിയലൊക്കെ വരുന്നതിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുക. റൂട്ട് ടെസ്റ്റ് അവിടെ സക്സസ് ആവാൻ സാധ്യതയില്ല. ഫാക്ടോറിയൽ വരിക, അതുപോലെ പവർ n വരിക എന്നുള്ളതിലൊക്കെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ ഈ പവർ n വരുന്നതിൽ ഇപ്പോൾ അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് ആയാലും ഉപയോഗിക്കാം. ഫാക്ടോറിയൽ വരുമ്പോൾ നമുക്ക് റൂട്ട് ടെസ്റ്റ് അത്ര നന്നാവാൻ സാധ്യതയില്ല. അഞ്ചാമത്തെ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കൂ. അഞ്ചാമത്തെ പ്രോബ്ലത്തെ സംബന്ധിച്ചിടത്തോളം an എന്ന് പറയുന്നത് n raised to 10 divided by 10 raised to n ആണ്. an all raised to 1 by n, anന്റെ nth റൂട്ട് എടുത്താൽ n raised to 10ന്റെ nth റൂട്ട് എന്ന് പറഞ്ഞാൽ nന്റെ nth റൂട്ട് പവർ 10, അതായത് n raised to 1 by n all raised to 10. 10 raised to n all power 1 by n എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ അതിന്റെ ലിമിറ്റ് 1 by 10 എന്ന് വരും. കാരണം ലിമിറ്റ് n tends to infinity n raised to 1 by n എന്ന് പറയുന്നത് 1 ആണ്. 1 by 10 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് നമുക്ക് റൂട്ട് ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവേർജന്റ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ് സർ. ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. sigma n equal to 1 to infinity n minus 1 by 2 all raised to n.
ഇതിൽ നിങ്ങൾ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ an എന്ന് പറയുന്നത് n-2/n all raised to n ആണ്. അപ്പോൾ an raised to 1/n എന്ന് പറഞ്ഞാൽ n-2 divided by n എന്ന് വരും. അതായത് 1 - 2/n എന്ന് വരും. അതിൻ്റെ ലിമിറ്റ് 1 ആണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആവും. റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഈ സീരീസിൻ്റെ കൺവേർജൻസ് നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിലെ an എന്ന് പറയുന്നത് n-2/n all raised to n ആണ്. അതായത് 1 - 2/n all raised to n ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് n tends to infinity 1 + x/n all raised to n എന്ന് പറഞ്ഞാൽ e raised to x ആണ്. അപ്പോൾ ലിമിറ്റ് n tends to infinity an എന്ന് പറഞ്ഞാൽ e raised to -2 ആണ്. അത് 0 അല്ല. അപ്പോൾ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പ്രകാരം സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. കാരണം nth ടേമിന്റെ ലിമിറ്റ് 0 അല്ല. nth ടേമിന്റെ ലിമിറ്റ് 0 ആവാതിരിക്കുകയോ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പ്രകാരം സിഗ്മ an എന്ന സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വരണം. അങ്ങനെ ചെയ്യാൻ പറ്റണം. എങ്കിലാണ് നമുക്ക് അതിൻ്റെ ആൻസർ, അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലൈനിൽ അതിൻ്റെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്താലും റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്താലും ഒക്കെ നമ്മൾ ഫെയിൽ ആവും. ഇതൊരു ജോമെട്രിക് സീരീസ് അല്ല, ടെലസ്കോപ്പിംഗ് സീരീസ് അല്ല, ഒന്നുമില്ല. നമുക്ക് ഈ nth ടൈം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് അപ്ലൈ ചെയ്യണം എന്ന ആ അസ്ത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള തോന്നൽ നമുക്ക് കൃത്യമായിട്ട് വരണം. ആ സ്കില്ലാണ് മാത്തമാറ്റിക്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പ്രോബ്ലം ചെയ്താണ് അത് വരിക. ഓക്കെ? യെസ് സർ. ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കൂ. ഇത് 2 ജോമെട്രിക് സീരീസിന്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സിഗ്മ n = 1 to infinity 2 + -1 raised to n by 1.25 raised to n എന്ന് പറഞ്ഞാൽ സിഗ്മ n = 1 to infinity 2 by 1.25 all raised to n plus സിഗ്മ n = 1 to infinity -1 raised to n by 1.25 all raised to n. അതായത് നമുക്ക് 2 into this plus എഴുതാൻ പറ്റും. നമുക്ക് ഈ ആദ്യത്തെ ഈ റൈറ്റ് സൈഡിലുള്ള 2 സീരീസുകളുള്ളത്. ഇതിനകത്ത് ആദ്യത്തെ സീരീസ് എടുത്തു കഴിഞ്ഞാൽ ആ സീരീസ് ഒരു ജോമെട്രിക് സീരീസ് ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/1.25 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1. റേഷ്യോ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ഈ രണ്ടാമത്തെ സീരീസും അതും ഒരു ജോമെട്രിക് സീരീസ് ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് -1/1.25 ആണ്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 1/1.25 ആണ്. അത് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് ആ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. അങ്ങനെ 2 കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അതും കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണം ഈ സീരീസിനെ കുറിച്ചുള്ള ആൻസർ എഴുതാനായിട്ട്. അത് 2 ജോമെട്രിക് സീരീസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അല്ലാതെ നമ്മൾ റേഷ്യോ ടെസ്റ്റോ റൂട്ട് ടെസ്റ്റോ ഒക്കെ അപ്ലൈ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കിട്ടിക്കൊള്ളുന്നില്ല, അല്ല കിട്ടില്ല. റേഷ്യോ ടെസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ അത് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റില്ല. ഓക്കെ? യെസ് സർ. ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കൂ. നമ്മളോട് സീരീസ് കൺവേർജന്റ് ആണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് ഈവൺ അതിന്റെ സം അറിയാമെങ്കിൽ കൂടി സമ്മിനെ കുറിച്ച് സംസാരിക്കാത്തത് ഈ 7ാമത്തെ പ്രോബ്ലത്തിൽ. മറ്റു പല പ്രോബ്ലങ്ങളിലും സം എന്താണെന്ന് നമുക്ക് അറിയില്ല.
ജോമെട്രിക് സീരീസ് ആവുമ്പോഴോ അല്ലെങ്കിൽ ടെലസ്കോപ്പിംഗ് സീരീസ് ആവുമ്പോഴൊക്കെയാണ് നമ്മൾ സമ്മ് പറയാനായിട്ട് അറിവ് നേടിയിട്ടുള്ളത്. ഈ പ്രോബ്ലം നമുക്ക് ഇപ്പോൾ എട്ടാമത്തെ പ്രോബ്ലം നമുക്ക് അത് ജോമെട്രിക് സീരീസ് ആണ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ജോമെട്രിക് സീരീസ് വിത്ത് റേഷ്യോ -2/3 ആണ്. അപ്പോൾ റേഷ്യോയുടെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 2/3 ആണ്, അത് <1 ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സിഗ്മ n = 1 to infinity -2^n/3^n is a geometric series with r equal to -2/3. മോഡുലസ് r എന്ന് പറയുന്നത് 2/3 ആണ്, അത് <1 ആണ്. അതുകൊണ്ട് സീരീസ് കൺവേർജന്റ് ആണ്. റേഷ്യോ ടെസ്റ്റും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് നോക്കൂ. an എന്ന് പറയുന്നത് -2^n ഡിവൈഡഡ് ബൈ 3^n ആണ്. an+1 എന്ന് പറഞ്ഞാൽ -2^n+1 ബൈ 3^n+1 ആണ്. ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഷ്യോ ടെസ്റ്റ് നോൺ നെഗറ്റീവ് ടേംസ് ഉള്ള സീരീസിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. പക്ഷേ ഈ സീരീസിൽ നമുക്ക് നെഗറ്റീവ് ടേംസ് ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. റൂട്ട് ടെസ്റ്റിനും അത് തന്നെയാണ് പ്രശ്നം. റൂട്ട് ടെസ്റ്റിന് ഒരു ഘട്ടത്തിന് ശേഷമുള്ള എല്ലാം നോൺ നെഗറ്റീവ് ആയാൽ മതി. പക്ഷേ ഇത് നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും ടേംസും വരുന്നതുകൊണ്ട് നമുക്ക് റേഷ്യോ ടെസ്റ്റോ റൂട്ട് ടെസ്റ്റോ അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അത് എഴുതി നോക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂസ് എടുത്തിട്ട് പരിശോധിച്ച് നോക്കാമായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പഠിക്കാത്തത്തോളം കുറിച്ച് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ആ പ്രോബ്ലത്തെ സമീപിക്കാൻ പറ്റൂ. റേഷ്യോ ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഈ പ്രോബ്ലം നോക്കൂ. 9ാമത്തെ പ്രോബ്ലം. ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലത്തിന് സമാനമാണ്. നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് an എന്ന് പറയുന്നത് 1 - 3/n (n) എന്ന് വരും. അപ്പോൾ an-ന്റെ nth റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + x/n (n) എന്ന് പറഞ്ഞാൽ e⁻x ആണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + -3/n (n) എന്ന് പറഞ്ഞാൽ e⁻³ ആണ്, നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് nth ടേം ഫോർ ഡൈവേർജൻസ് പ്രകാരം സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ പ്രോബ്ലം. ഇവിടെ ഈ 10ാമത്തെ പ്രോബ്ലത്തില് 9ാമത്തെ പ്രോബ്ലത്തിലെ -3യുടെ സ്ഥാനത്ത് 10ാമത്തെ പ്രോബ്ലത്തിൽ -1/3 ആണ് എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് e⁻⁻1/3 എന്നാണ് വരിക. e⁻⁻1/3 ആയാലും അത് 0 അല്ല. അതുകൊണ്ട് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് പ്രകാരം ആ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും.